രഞ്ജിത്ത്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, മണിക്കൂറുകൾ പിന്നിട്ടു. അവിടെ ആ 5 പേർക്കായിട്ടുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട് ആ കോൺക്രീറ്റ് മുകളിലെ ഭാഗം പൊളിച്ചു. അതിനുള്ളിലുണ്ടായിരുന്ന മരം തന്നെ വടം കെട്ടി മാറ്റി. അതിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. അത്രമാത്രം ചെളിയും അതേപോലെ ഈ പുഴയിൽ ഉരുൾപൊട്ടലിൽ വന്ന് ചേർന്നടിഞ്ഞ സാധനങ്ങളൊക്കെ അതിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് പോകാൻ ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം അവിടെ മാത്രമല്ല, നമുക്ക് എവിടേക്ക് പരിശോധനകളും തെരച്ചിലും ഒക്കെയാണ് ഇതെല്ലാം ആകുന്നുണ്ടെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ നമുക്ക് ഇത് തെരയുവാൻ ആധുനിക യന്ത്രങ്ങൾ, മറ്റേ JCBയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളോട് എത്തിച്ചേരാത്ത സാഹചര്യത്തിൽ എല്ലാം ചുറ്റിക കൊണ്ടും അതേപോലെ കട്ടർ മെഷീൻ കൊണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. നമുക്കിവിടേക്ക് പലയിടത്തേക്കും കടന്നു ചെല്ലാൻ ഇപ്പോഴും കഴിയുന്നില്ല. അത്രയും എത്തിപ്പെടാൻ പറ്റാത്ത, വിവരിക്കാൻ പറ്റാത്ത വിധമുള്ള വേദനകൾ ആദ്യ ദിവസം കടിച്ചമർത്തി വേണം അവിടെ തെരച്ചിലും നിൽക്കാൻ. CV അനുമോദ് അവിടെയുണ്ട്, ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് കാണാം, വലിയ വേദനയിലാണ് ഒരു നാട് മുഴുവൻ ഒഴുകിപ്പോയ സാഹചര്യം. ഒരുപാട് ജീവനുകൾ ബാക്കിയുണ്ടായിരുന്നു ഇവിടെ. ഉരുൾപൊട്ടി നാശം വിതച്ച മുണ്ടക്കൈ മേഖലയിൽ, ചൂരൽമല മേഖലയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന അട്ടമല എന്ന പ്രദേശമുണ്ട്. അട്ടമലയിൽ അനവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമനുസരിച്ച് ദൗത്യസംഘം അങ്ങോട്ടേക്കും പുറപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഈ അട്ടമൽ നിവാസികൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഏക മാർഗമായിരുന്നു ഈ ചൂരൽമല. ഉരുൾപൊട്ടലിൽ ആ പ്രദേശമാകെ ഒലിച്ചു പോയതോടെയാണ് ഈ അട്ടമലക്കാർ ഇവിടെ കുടുങ്ങിയ സാഹചര്യമുണ്ടായത്. നിലവിൽ അവർ സുരക്ഷിതരാണ് എന്ന വിവരവും ആശ്വാസകരമായി പുറത്ത് വരുന്നുണ്ട്. ഇവർക്ക് ഈ ആരോഗ്യ വകുപ്പിൻ്റെ സംഘം കൂടിയുണ്ട്. അവർ ഈ അടിയന്തരമായ വൈദ്യസഹായം അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സംഘം കൂടി ദൗത്യസംഘത്തിനൊപ്പം അട്ടമലിലേക്ക് പോയിട്ടുണ്ട്. ഈ രക്ഷപ്പെടുത്തിയെത്തുന്ന അട്ടമൽ നിവാസികളെ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കും. കൂടുതലും തൊഴിലാളികളാണ്, അന്യസംസ്ഥാനക്കാരടക്കം നിരവധി തൊഴിലാളികളാണ് എന്നാണ് മനസ്സിലാകുന്നത്. അട്ടമലയിൽ കാര്യമായ നാശമില്ല എങ്കിൽ പോലും അവിടെ വല്ലാത്ത തരത്തിലുള്ള ഒറ്റപ്പെടൽ ആ മേഖലയ്ക്ക് ഉണ്ടായത് വലിയൊരു പ്രശ്നമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. രക്ഷാപ്രവർത്തകർക്കായി കൈനീട്ടുകയാണ് മുണ്ടക്കൈ എന്നുകൂടിയാണ്. ഇവിടെ വീടുകൾക്കിടയിൽ ധാരാളം മനുഷ്യർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലമുണ്ട്. ആളുകളിലേക്ക് അതിവേഗം എത്താനായി 150ഓളം സംഘങ്ങളായി 4 സംഘങ്ങളായി 150ഓളം രക്ഷാപ്രവർത്തകർ രാവിലെ മുതൽ തന്നെ മുണ്ടക്കൈയിൽ സജീവമായി തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കാൻ സാധിക്കാത്തതാണ് ഒരു പ്രശ്നം ഉള്ളത്. അനുമോദ്, ഈ കുറച്ചുകൂടി കാര്യക്ഷമമായ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സാധ്യമായ എല്ലാ മാർഗങ്ങളും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ടല്ലോ, അല്ലേ? രഞ്ജിത്ത്, മനുഷ്യസാധ്യമായ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഈ വലിയ യന്ത്രങ്ങൾ, അതായത് JCBയും എക്സ്കവേറ്ററും ഒന്നും കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം ബെയിലി പാലം വന്നാൽ മാത്രമേ അത് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറം ആളുകൾ, ഒരുപാട് പേർ വിവിധ മേഖലയിൽ നിന്നും വിവിധ നാടുകളിൽ നിന്നും എത്തി ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുന്ന കാഴ്ചയാണ്. അവരുടെ വേണ്ടി അവർ ഈ ഒരു മണ്ണിനടിയിൽ അവർ കഴിയാവും വിധം പരിശോധിക്കുകയാണ്, ആഴത്തിൽ തപ്പുകയാണ്. പലയിടത്തേക്കും ഈ ഒരു നിർമ്മാണങ്ങളൊക്കെ തകർന്നു വീണ സാഹചര്യത്തിൽ എന്താണ് ആ നിലത്തെ അവസ്ഥ എന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. ആ ഇടത്താണ് ഇവർ മണിക്കൂറുകളായി നിന്ന് ചുറ്റുകയും കട്ടറും എല്ലാം ഉപയോഗിച്ച് ഈ വീടും കോൺക്രീറ്റും എല്ലാം പൊളിച്ച് അതിനുള്ളിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നത്. വലിയ ആയാസകരമായ, അത്യധ്വാനം നിറഞ്ഞ പ്രവൃത്തിയാണ്.
സാഹസികമായ അത്യധ്വാനം നിറഞ്ഞ ഒരു പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ രാവിലെ മുതൽ തന്നെ വ്യക്തമായി മനസ്സിലാകുന്നുമുണ്ട്. കാരണം ഒരുപാട് പണിപ്പെട്ടാണ് ഈ വീട് പൊളിച്ചു മാറ്റുക, അതിനുള്ളിൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നതൊക്കെ നിരവധിയായിരുന്നു. JCB ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികൾ ഉണ്ടെങ്കിൽ വളരെ വേഗം നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ നേരത്തെ അനുമതി പറഞ്ഞതുപോലെ ഇവിടെ ബെയിലി പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡോഗ് സ്ക്വാഡിനെ അടക്കം പ്രയോജനപ്പെടുത്തി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. താൽക്കാലിക പാല നിർമ്മാണത്തിന് ശേഷം രക്ഷാപ്രവർത്തനം കുറെ കൂടി കാര്യക്ഷമമാകുമെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒരു രാത്രി അതിരുട്ടി വെളുത്തപ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ഞെട്ടലും മാറാതെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ക്യാമ്പുകളിൽ കഴിയുന്ന വയനാട് അട്ടമല മുണ്ടക്കൈ നിവാസികൾ, ഒരായുസ്സിലെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയവർ, ജീവിതത്തിൽ ഇനി എന്ത് എന്നത് അറിയാത്ത ആളുകൾ. അനുമോദ് തുടരാം. എപ്പോഴേക്ക് ഈ പാലം നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് വയനാട്ടുകാർ. ഇന്ന് വൈകുന്നേരത്തോടെ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കറിയില്ല, അതിന് സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. ഇവിടേക്കുള്ള റോഡുകളൊക്കെ തന്നെ വളരെ ഇടുങ്ങിയ റോഡുകളാണ്. അപ്പോൾ അവിടേക്ക് ഈ വലിയ സാമഗ്രികൾ എത്തിക്കുവാൻ അതിനേറെ സമയമെടുക്കും. രണ്ടാമതായിട്ട് ഇത് കൊണ്ടുവന്നാലും നല്ല ഒഴുക്കുള്ള പുഴയാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളും കാലാവസ്ഥയും ഒക്കെ ഈ ഒരു വേലിപ്പാലം നിർമ്മിക്കുന്നതിന് വലിയ ഘടകമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് സാധ്യമാകുന്ന രീതിയിൽ, മനുഷ്യസാധ്യമായ രീതിയിൽ എല്ലാ വേഗതയിലും ഈ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാൻ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു മേഖലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ താഴേക്ക് നമുക്ക് എവിടെ നോക്കിയാലും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാഴ്ചകൾ മാത്രമാണ് കാണുന്നത്. ഇവിടെ എത്ര വീടുകളുണ്ടായിരുന്നെന്നോ ഇവിടെ എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ടായിരുന്നെന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ കാണുമ്പോഴൊക്കെ ഈ മണ്ണ് മൂടി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നിടങ്ങളിൽ അതിൻ്റെ അവശിഷ്ടങ്ങളിലൊക്കെ ആളുകൾ പരതുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾ കെട്ടിവലിച്ച് നീക്കിയും വടം വെച്ച് നീക്കിയും ഒക്കെ അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. വലിയ പ്രതിസന്ധിയുണ്ട്. മഴ, ഈ ഒരു പ്രതലം ആകെ ഇടിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഇടിയുമെന്നൊരാശങ്ക തോന്നിക്കുന്ന തരത്തിലാണ് ഈ ഒരു പ്രതലം. അതുകൊണ്ട് തന്നെ മഴ വലിയ തടസ്സമാകുന്ന സാഹചര്യവുമുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ കൈക്കരുത്തിൻ്റെ ബലത്തിൽ മാത്രമാണ് ഈ ഒരു തെരച്ചിലും രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നത്. നേരത്തെ പോലീസ് നായ്ക്കളെ കൊണ്ടുവന്ന് പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും ഈ ഒരു മേഖലയിൽ കാര്യമായ കണ്ടെത്തലുണ്ടായില്ല എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ മണ്ണിനടിയിൽ അത്രയും ആഴത്തിലായിരിക്കാം ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ മറ്റിടങ്ങളിലേക്ക് ഈ ഒരു പ്രദേശത്തിനും പരിശോധന